ഗോകുലം മുഴുവൻ നശിക്കുമല്ലോ. ആ ഇന്ദ്രകോപം കൊണ്ടാണെന്നാണ് ഞങ്ങൾക്ക് തോന്നണത്. അവിടുത്തെ അവിടെ നിന്നല്ലേ ഞങ്ങളുടെ നാഥൻ കൃഷ്ണ ഞങ്ങളെയും ഗോകുലത്തെയും രക്ഷിക്കണേന്ന്. ആ സമയത്ത് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു അത്രേ, അഹങ്കാരിയായ ദേവേന്ദ്രനെ ഞാൻ പാഠം പഠിപ്പിക്കും. ലോകേശമാനിന മൗഢ്യാൽ ഹരിഷ്യേ ശ്രീമദന്തമ. ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചത് ഗോപന്മാരല്ല, ഇന്ദ്രനാ. താനാണ് ഇന്ദ്രനെ ആ പദവിയിലിരുത്തിയത്. അപ്പോൾ ആ ഇന്ദ്രൻ എന്നെ മറന്ന് വെല്ലുവിളിക്കാൻ പുറപ്പെട്ടിരിക്കണം. അവനെ ഞാൻ നിലക്ക് നിർത്തും. മാത്രമല്ല, എന്നെ ആശ്രയിച്ച ഈ ഭക്തന്മാരെ ഞാൻ എൻ്റെ യോഗപ്രഭാവം കൊണ്ട് രക്ഷിക്കും. തസ്മാൽ മശരണം ഗോഷ്ടം മന്നാഥം മത്പരിഗ്രഹം ഗോപായേ സ്വാത്മയോഗേന സ്വയം മേ വ്രത ആഹിത. ഭഗവാനൊരു വ്രതമുണ്ടത്രേ. എന്താ അത്? ഭഗവാൻ ഇവിടെയാണ് ആദ്യമായിട്ട് പറഞ്ഞ സീക്രട്ടാത്, ആർക്കും അറിയില്ല. എന്താ ഭഗവാന്റെ വ്രതം? ഭഗവാൻ ആണ് നമ്മുടെ എല്ലാം എന്ന് വിശ്വസിച്ച് ആശ്രയിച്ചാൽ ആ ഭക്തരെ എന്ത് കഷ്ടപ്പാടിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുർഘടങ്ങളിൽ നിന്നും ഞാൻ രക്ഷിക്കും ഭഗവാന്റെ ആ യോഗപ്രഭാവം കൊണ്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ അന്നും ഉണ്ട് നാസ്തികന്മാർ, നിരീശ്വരവാദികളും നാസ്തികന്മാർ ഈ ലോകമുള്ള കാലത്തുണ്ടാവും. കാരണം തിന്മയുണ്ടെങ്കിലല്ലേ നന്മയ്ക്ക് മഹത്വമുള്ളൂ, അല്ലേ? ഒരു രാവണനില്ലെങ്കിൽ ശ്രീരാമൻ്റെ മഹത്വം ആരെങ്കിലും അറിയോ? ഹിരണ്യകശിപു ഉണ്ടായതുകൊണ്ടല്ലേ പ്രഹ്ലാദൻ്റെ മഹിമ ലോകം മനസ്സിലാക്കിയത്. അപ്പോൾ അതൊന്നും ഉണ്ടാവും.